ഹലോ എവരി വൺ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് പി എസ് സി. എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്ക് പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷനാണ്. നമ്മൾ റെസിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇനി കപ്പാസിറ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കപ്പാസിറ്റേഴ്സ്. ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പം നമ്മൾ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ആദ്യം പറയുന്നത്. കപ്പാസിറ്റർ ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് റിലീസ് ഇറ്റ് വെൻ എവർ ഡിസൈഡ്. നമുക്ക് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യമുള്ളപ്പോൾ നമ്മളതിന് റിലീസ് ചെയ്യുന്ന ഒരു ചെറിയൊരു കമ്പോണൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. A capacitor opposes any change in the potential difference applied across its terminals. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഒപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഈ കപ്പാസിറ്റർ ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. അതിൻ്റെ ടെർമിനൽസിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എന്തെങ്കിലും ചേഞ്ചിനെ നമ്മൾ ഒപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് മെഷേർഡ് ഇൻ ഫാരഡ് അല്ലെങ്കിൽ മില്ലി ഫാരഡ്. ഫാരഡിലോ മില്ലി ഫാരഡിലോ ആണ് നമ്മൾ കപ്പാസിറ്റൻസിനെ മെഷർ ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സ് വേരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്, ബട്ട് ദ ബേസിക് കോൺഫിഗറേഷൻ ഈസ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ബേസിക്കലി നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ സ്ട്രക്ചർ പറയുമ്പം രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് കാണും, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് കാണും. ആ പ്ലേറ്റ്സിന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഡൈഇലക്ട്രിക് മീഡിയം കാണും. ഇതാണ് നമ്മുടെ ബേസിക് കപ്പാസിറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്. പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും ഉള്ള രണ്ട് പ്ലേറ്റ്സ് ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ഉണ്ട്. ആ സെപ്പറേഷനെ നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇത് ചാർജ് ചെയ്യാത്ത സ്റ്റേറ്റിൽ ഈ കപ്പാസിറ്റൻസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് പ്ലസ് ക്യൂ മൈനസ് ക്യൂവും കൂടെ 0 ആവത്തില്ലേ. ഇനി ഇതിനെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി നമ്മൾ എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജിലോട്ട്, അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റേ പ്ലേറ്റിലോട്ട് ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് അവിടുത്തെ ചാർജിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിനെ നമ്മൾ ഡൈ ഇലക്ട്രിക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ആർ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ, ഏരിയ ഓഫ് ദ പ്ലേറ്റ്, തിക്നെസ് ഓഫ് ദ ഡൈ ഇലക്ട്രിക് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പം എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ, പിന്നെ പ്ലേറ്റ്സ് തമ്മിലുള്ള ഏരിയ ഡിഫറൻസ്, തിക്നെസ് ഓഫ് ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇതൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലാർജർ പ്ലേറ്റ് ഏരിയ ഉണ്ടെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് ഹൈ ആയിരിക്കും. സ്മാളർ ആകുമ്പം അവിടുത്തെ കപ്പാസിറ്റൻസ് ലോ ആയിരിക്കും. കപ്പാസിറ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് C is equal to epsilon A/D. C is equal to epsilon A/D. C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, എപ്സിലോൺ A/D. A എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ, D എന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റർ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈ ഇലക്ട്രിക്. അപ്പം C is equal to epsilon A/D. അവിടുത്തെ ചാർജിന് നമുക്കുള്ള ഇക്വേഷനാണ് Q is equal to CV. Q is equal to CV. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഫോർ എ പോളറൈസ്ഡ് കപ്പാസിറ്റർ, ഇലക്ട്രോലിറ്റിക് കണ്ട ഡയഗ്രത്തിൽ നോക്ക്, പ്ലസ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു പ്ലേറ്റും പിന്നെ ഒരെണ്ണം വളഞ്ഞിരിക്കുന്ന സൈനും. പിന്നെ നോർമൽ ആകുമ്പോൾ നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ്സ്, പിന്നെ വേരിയബിൾ ആകുമ്പം ഒരു ആരോവും കൂടെ ഉണ്ട്. അതാണ് വ്യത്യാസം. പോളറൈസ്ഡ് ഡെഫിനിറ്റ് പൊളാരിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ സിമിലർ ടു റെസിസ്റ്റർ, എ കപ്പാസിറ്റർ ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു എ സിഗ്നൽ പാസിംഗ് ത്രൂ it. This is known as capacitive reactance. Capacitive reactance is given as X is equal to 1 by omega C equal to 1 by 2 pi fc. ഒമേഗയ്ക്ക് പകരമാണ് 2 pi f കൊടുത്തത്. Where Xc is the capacitive reactance, omega is the angular frequency, f is the frequency in hertz. Frequency hertzലാണ്, and C is the capacitance. The unit of capacitive reactance is ohm.
തിരിഞ്ഞു പോകരുത്. നമ്മൾ കപ്പാസിറ്റി റിയാക്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഓം ആണെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പം ഓം ആണ്. റെസിസ്റ്റൻസ് പോലെ തന്നെ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഓം ആണ്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ എബോവ് ഇക്വേഷൻ ദാറ്റ് ദ റിയാക്റ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് ഫ്രീക്വൻസി. കപ്പാസിറ്റി റിയാക്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. മറ്റ് സീറോ ഫ്രീക്വൻസിയിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി സിഗ്നൽ will not pass through it. At a high frequency, capacitive reactance low ആവും. The capacitor acts almost as a short circuit. This is a high frequency signal will pass through the capacitor. From this, it is clear that a capacitor blocks DC while passes AC signal. ഇനി സീറോ ഫ്രീക്വൻസിയിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ലോ ഫ്രീക്വൻസി ഇത് പാസ് ചെയ്യത്തില്ല. ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും അവിടുത്തെ കപ്പാസിറ്റി റിയാക്റ്റൻസ് ലോ ആവുകയും അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഹൈ ഫ്രീക്വൻസി ആകുമ്പം അത് കപ്പാസിറ്റർ പാസ് ചെയ്യും. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ പാസ് ചെയ്യും. കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ പാസ് ചെയ്യും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിക്കാം. ഫിക്സഡ് കപ്പാസിറ്റേഴ്സും ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഫിക്സഡ് കപ്പാസിറ്റേഴ്സിൽ വരുന്നതാണ് ഒന്നാമത്തത് മൈക്ക കപ്പാസിറ്റേഴ്സ്. മൈക്ക കപ്പാസിറ്റേഴ്സ് ആർ മെയ്ഡ് ഫ്രം പ്ലേറ്റ്സ് ഓഫ് അലൂമിനിയം ഫോയിൽ സെപ്പറേറ്റഡ് ബൈ ഷീറ്റ്സ് ഓഫ് മൈക്ക. നമ്മൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ അലൂമിനിയം ഫോയിലിനെ സെപ്പറേറ്റ് ചെയ്ത് എന്തുണ്ട്? മൈക്കയുണ്ട്. അതാണ് മൈക്ക കപ്പാസിറ്റേഴ്സ്. The plates are connected to two electrodes. പ്ലേറ്റ്സ് രണ്ട് ഇലക്ട്രോഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The mica capacitors have excellent characteristics even under temperature variations and high voltage applications. മൈക്ക കപ്പാസിറ്റേഴ്സിൻ്റെ അവൈലബിൾ റേഞ്ച് എത്രയൊക്കെയാണ്? 5 to 10⁻³ പൈക്കോ ഫാരഡാണ്. 5 to 10⁻³ പൈക്കോ ഫാരഡ്. നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. മൈക്ക കപ്പാസിറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് അപ് ടു 500 വോൾട്ട്. 500 വോൾട്ട് വരെ നമുക്ക് മൈക്ക കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ കപ്പാസിറ്റൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 to 10⁻³ പൈക്കോ ഫാരഡാണ്. ഇനി സെറാമിക് കപ്പാസിറ്റർ ആകുമ്പോഴത്തേക്കും ഒരു സെറാമിക് ഡിസ്കിൻ്റെ 2 സൈഡിൽ കോപ്പറോ സിൽവറോ കോട്ട് ചെയ്തിരിക്കും. ഇതാണ് രണ്ട് പ്ലേറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ അറ്റാച്ചിങ് ടിന്നഡ് വയർ ലീഡ്സ് ദ എൻറ്റയർ യൂണിറ്റ് ഈസ് കോട്ടഡ് വിത്ത് പ്ലാസ്റ്റിക് ആൻഡ് മാർക്ക്ഡ് വിത്ത് ഇറ്റ്സ് കപ്പാസിറ്റൻസ് വാല്യൂ എയ്തർ യൂസിങ് ന്യൂമറൽസ് ഓർ കളർ കോഡ്. നമ്മൾ റെസിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കളർ കോഡ് യൂസ് ചെയ്യും സെറാമിക് കപ്പാസിറ്റേഴ്സിൽ. ഇവിടെ ഒരു ടിന്നഡ് വയർ ലീഡ്സ് കാണും. പിന്നെന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്തുവാ? ഒരു മെറ്റൽ കോപ്പർ ഓർ സിൽവർ കോട്ടഡ് ഓൺ 2 സൈഡ്സ് ഓഫ് എ സെറാമിക് ഡിസ്ക്. ഒരു സെറാമിക് ഡിസ്ക് ഉണ്ട്, അത് സിൽവറോ കോപ്പറോ കോട്ടഡ് ചെയ്തിരിക്കും രണ്ട് സൈഡും. ഇതാണ് രണ്ട് പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വയർ ലീഡും കണക്ട് ചെയ്യും. ഇത് മൊത്തം ഈ എൻറ്റയർ യൂണിറ്റിനെ നമ്മളൊരു പ്ലാസ്റ്റിക് കൊണ്ട് കോട്ട് ചെയ്ത് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂസ് നമ്മൾ ന്യൂമറൽസ് ആയിട്ടോ അല്ലെങ്കിൽ കളർ കോഡായിട്ടോ നമ്മളതിൽ മാർക്ക് ചെയ്യും. ദ കളർ കോഡിങ് ഈ സിമിലർ ടു ദാറ്റ് യൂസ്ഡ് ഫോർ റെസിസ്റ്റൻസിൽ പോലെ തന്നെ കളർ കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി സെറാമിക് കപ്പാസിറ്റേഴ്സ് ആർ വെരി വേഴ്സറ്റൈൽ. ദർ വർക്കിംഗ് വോൾട്ടേജ് റേഞ്ചസ് ഫ്രം 3 വോൾട്ട് അപ് ടു 6000 വോൾട്ട്. അപ്പം മൈക്ക കപ്പാസിറ്റേഴ്സ് പറഞ്ഞപ്പം 500 വോൾട്ട് വരെയാണെന്നാണ് പറഞ്ഞത്. ഇത് 6000 വോൾട്ട്, 3 വോൾട്ട് മുതൽ 6000 വോൾട്ട് വരെയാണ് ഇതിൻ്റെ റേഞ്ച്. കപ്പാസിറ്റൻസ് വാല്യൂ റേഞ്ചസ് ഫ്രം 3 പൈക്കോ ഫാരഡ് ടു എബൌട്ട് 3 മൈക്രോ ഫാരഡ്. 3 പൈക്കോ ഫാരഡ് മുതൽ 3 മൈക്രോ ഫാരഡ് വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ റേഞ്ച്. ഇനി നമുക്ക് നോക്കാനുള്ളത് പേപ്പർ കപ്പാസിറ്റേഴ്സ് ആണ്. ദിസ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ ഫോയിൽ സെപ്പറേറ്റഡ് ബൈ സ്ട്രിപ്സ് ഓഫ് പേപ്പർ. രണ്ട് മെറ്റൽ ഫോയിലിന് ഒരു സ്ട്രിപ്സ് ഓഫ് പേപ്പർ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. ഇതാണ് പേപ്പർ കപ്പാസിറ്റർ. ദിസ് പേപ്പർ ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ സച്ച് ആസ് വാക്സ്, പ്ലാസ്റ്റിക് ഓർ ഓയിൽ. ഇതിന് വാക്സോ പ്ലാസ്റ്റിക്കോ ഓയിലോ കൊണ്ട് നമ്മളിതിന് ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിന് ഇംപ്രഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിൻസ് പേപ്പർ ക്യാൻ ബി റോൾഡ് ബിറ്റ്വീൻ 2 മെറ്റൽ ഫോയിൽസ്. ഈ പേപ്പറിനെ നമ്മൾ രണ്ട് മെറ്റൽ ഫോയിൽസ് വെച്ച് റോൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇറ്റ് ഈസ് പോസിബിൾ ടു കോൺസെൻട്രേറ്റ് എ ലാർജ് പ്ലേറ്റ് ഏരിയ ഇൻ എ സ്മാൾ വോളിയം.
ലാർജ് പ്ലേറ്റ് ഏരിയയിൽ, അതായത് സ്മോളർ വോളിയത്തിൽ ലാർജർ പ്ലേറ്റ് ഏരിയ ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പേപ്പർ കപ്പാസിറ്റേഴ്സ് ഹാവ് കപ്പാസിറ്റൻസ് റേഞ്ചിങ് ഫ്രം 0.0005 മൈക്രോ ഫാരഡ് ടു സെവറൽ മൈക്രോ ഫാരഡ്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0005 മൈക്രോ ഫാരഡ് മുതൽ സെവറൽ മൈക്രോ ഫാരഡ് വരെയാണ്. ആൻഡ് ആർ റേറ്റഡ് ഫ്രം എബൌട്ട് 100 വോൾട്ട് ടു സെവറൽ 1000 വോൾട്ട്സ്. അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? 1000 വോൾട്ട്സ്, 100 വോൾട്ട് മുതൽ ഒരു 1000 വോൾട്ട് വരെയാണ് അതിൻ്റെ റേഞ്ച്. ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് DC ആൻഡ് AC സർക്യൂട്ട്സ്. ഈ പേപ്പർ കപ്പാസിറ്റേഴ്സ് നമുക്ക് AC സർക്യൂട്ടിലും DC സർക്യൂട്ടിലും യൂസ് ചെയ്യാം. ഇനി വരുന്നതാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ്. ആൻ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് ആൻ അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡ് വിച്ച് ഹാസ് ആൻ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കവറിങ് ഓൺ വൺ സൈഡ്. അത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുമ്പം ഒരു അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡ് വിച്ച് ഹാസ് ആൻ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കവറിങ് ഓൺ വൺ സൈഡ്. ഒരു സൈഡിൽ അലൂമിനിയം ഓക്സൈഡ് ഫിലിം കവർ ചെയ്തിട്ടുണ്ട്. ദ അലൂമിനിയം പ്ലേറ്റ്സ് സെർവ്സ് ആസ് ദ പോസിറ്റീവ് പ്ലേറ്റ്. അലൂമിനിയം പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദ ഓക്സൈഡ് ആസ് ദ ഡൈഇലക്ട്രിക്. ഓക്സൈഡ് ഡൈഇലക്ട്രിക് ആയിട്ടും ആക്ട് ചെയ്യും. ഈ ഓക്സൈഡിന് പേപ്പറായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ഇവിടെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റ് ഫോംസ് ദ നെഗറ്റീവ് പ്ലേറ്റ്. ഈ ഇലക്ട്രോലൈറ്റാണ് അവിടുത്തെ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അനദർ ലെയർ ഓഫ് അലൂമിനിയം വിത്തൗട്ട് ദ ഓക്സൈഡ് കോട്ടിംഗ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ വൺ ഓഫ് ദ ടെർമിനൽസ് ആൻഡ് ദ ഇലക്ട്രോലൈറ്റ്. ഇനി അനദർ ലെയർ ഓഫ് അലൂമിനിയം ഉണ്ട്. വിത്തൗട്ട് ദ ഓക്സൈഡ് കോട്ടിംഗ് ഇല്ലാത്ത ഒരു അലൂമിനിയം ലെയർ ഉണ്ട്. അതിന് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ വൺ ഓഫ് ദ ടെർമിനൽസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ടെർമിനലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോട്ടിംഗ് ഇല്ലാത്ത അലൂമിനിയം ലെയറാണ്. ഇനി ഈ അലൂമിനിയം ഓക്സൈഡ് ലെയർ എന്ന് പറഞ്ഞാൽ വെരി തിന്നാണ്. അതുകൊണ്ട് ഈ കപ്പാസിറ്ററിന് ലാർജ് കപ്പാസിറ്റൻസ്, സ്മാളർ വോളിയത്തിൽ ലാർജർ കപ്പാസിറ്റൻസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇറ്റ് ഹാസ് ഹൈ കപ്പാസിറ്റൻ ടു സൈസ് റേഷ്യോ. ദ ടെർമിനൽസ് ആർ മാർക്ക്ഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദ കപ്പാസിറ്റൻസ് വാല്യൂ മേ റേഞ്ച് ഫ്രം 1 മൈക്രോ ഫാരഡ് ടു സെവറൽ 1000 മൈക്രോ ഫാരഡ്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ 1 മൈക്രോ ഫാരഡ് മുതൽ സെവറൽ മൈക്രോ ഫാരഡ് വരെയാണ്. വോൾട്ടേജ് റേറ്റിംഗ്സ് 1 വോൾട്ട് മുതൽ 500 വോൾട്ട് വരെയാണ്. അപ്പം ഇതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇതിന് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. ഇൻ സം സർക്യൂട്ട്സ് ഇറ്റ് ഈസ് നെസസറി ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. നമുക്ക് എപ്പോഴെങ്കിലും എൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട കേസിലാണ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ട്യൂണിംഗ് സർക്യൂട്ട് യൂസ്ഡ് ഇൻ റേഡിയോ ടു സെലക്ട് ഡിഫറെൻറ്റ് ചാനൽസ്. ദിസ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് എ വേരിയബിൾ കപ്പാസിറ്റർ. ദ മോസ്റ്റ് കോമൺ വേരിയബിൾ കപ്പാസിറ്റർ ഈസ് ദ എയർ ഗ്യാങ് കപ്പാസിറ്റർ. നമ്മൾ മോസ്റ്റ് കോമൺ വേരിയബിൾ കപ്പാസിറ്റർ ആണ് എയർ ഗ്യാങ് കപ്പാസിറ്റർ. ഡൈഇലക്ട്രിക് ഫോർ ദിസ് കപ്പാസിറ്റർ ഈസ് എയർ. പേര് പോലെ തന്നെ അവിടുത്തെ ഡൈഇലക്ട്രിക് എന്താണ്? എയർ ആണ്. ബൈ റൊട്ടേറ്റിംഗ് ദ ഷാഫ്റ്റ് അറ്റ് ദ വൺ എൻഡ് വി ക്യാൻ ചേഞ്ച് ദ കോമൺ ഏരിയ ബിറ്റ്വീൻ ദ മൂവബിൾ ആൻഡ് ഫിക്സഡ് സെറ്റ് ഓഫ് പ്ലേറ്റ്സ്. ദ ഗ്രേറ്റർ ദ കോമൺ ഏരിയ ദ ലാർജർ ദ കപ്പാസിറ്റർ. ഏരിയ കൂടുമ്പോഴും എപ്പോഴും കപ്പാസിറ്റൻസ് കൂടും. നമുക്ക് എന്തെങ്കിലും കപ്പാസിറ്റൻസ് വേരി ചെയ്യണമെങ്കിൽ അതിൻ്റെ മൂവബിൾ ഷാഫ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇൻ സം ആപ്ലിക്കേഷൻ ദ യൂസർ നീഡ് നോട്ട് വേരി ദ കപ്പാസിറ്റൻസ് വാല്യൂ ഫ്രീക്വൻറ്റ്ലി. വൺ സെറ്റിംഗ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ ഓൾ നോർമൽ ഓപ്പറേഷൻസ്. നമുക്ക് കപ്പാസിറ്റൻസ് ഫിക്സഡ് ആയിട്ട് ഒരു തവണ സെറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾ കപ്പാസിറ്ററാണ് ട്രിമ്മർ എന്ന് പറയും. സംടൈംസ് കാൾഡ് പാഡർ എന്ന് പറയും. ബോത്ത് മൈക്ക് ആൻഡ് സെറാമിക് ആർ യൂസ്ഡ് ആസ് എ ഡൈഇലക്ട്രിക് ഫോർ ട്രിമ്മർ കപ്പാസിറ്റേഴ്സ്. ട്രിമ്മർ കപ്പാസിറ്റർ അല്ലെങ്കിൽ പാഡറിന് നമ്മൾ ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്ക് അല്ലെങ്കിൽ സെറാമിക്കോ ആയിരിക്കും. ഇതാണ് വേരിയബിൾ കപ്പാസിറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്റ്റേഴ്സ് ആണ്. ആൻ ഇൻഡക്റ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടിങ് ഇറ്റ്. ഇൻഡക്റ്റേഴ്സ് എന്ന് പറയുമ്പം ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യും. എവിടെ സ്റ്റോർ ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യും. ഇൻഡക്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ടു ഒപ്പോസ് എ ചേഞ്ച് ഇൻ കറണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. നമ്മൾ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം ആൻ ഇൻഡക്റ്റർ കൺസിസ്റ്റ് ഓഫ് എ വയർ ലൂപ്പ് ഓർ കോയിൽ. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോയിൽ വൗണ്ട് ചെയ്തിരിക്കുക.
ഇൻഡക്റ്റർ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഒരു ഇൻഡക്റ്റർ എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് ഓഫ് ആൻ ഇൻഡക്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. അതിൽ ചുറ്റിയിരിക്കുന്ന കോയിലിൽ ചുറ്റിയിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ച് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻഡക്റ്ററിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇൻഡക്റ്റൻസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ് ഓഫ് ദ കോയിൽ ആൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എറൗണ്ട് വിച്ച് ദ കോയിൽ ഈസ് വൗണ്ട്. കോയിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ആ വയറിൻ്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആ ടൈപ്പ് എന്ത് മെറ്റീരിയലാണോ വൗണ്ട് ചെയ്തിരിക്കുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ സ്കീമാറ്റിക് സിമ്പിൾസ് ഫോർ ഇൻഡക്റ്റേഴ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ദ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറിയോ മില്ലി ഹെൻറിയോ ഒക്കെ ആയിരിക്കും. ആൻഡ് ഇൻഡക്റ്റർ ഓഫേഴ്സ് ഒപ്പോസിഷൻ to the passage of any change in current through it. This opposition is called inductive reactance. ഈ ഒപ്പോസിഷനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞതുപോലെ തന്നെ XL=ω/L=2πfL. അറ്റ് സീറോ ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 0 ആയിരിക്കും. അവിടുത്തെ ഇൻഡക്റ്റേഴ്സ് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സീറോ ഫ്രീക്വൻസിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ലോ ഫ്രീക്വൻസി സിഗ്നൽ പാസ് ചെയ്യും. അറ്റ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഇൻഡക്റ്റേഴ്സ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹെൻസ് ബിഹേവ്സ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഹൈ ഫ്രീക്വൻസിയിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ലോ ഫ്രീക്വൻസിയിൽ ഇത് പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസിയിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം AC ബ്ലോക്ക് ചെയ്യും, DC പാസ് ചെയ്യും. ഇൻഡക്റ്റേഴ്സ് AC ബ്ലോക്ക് ചെയ്യും, DC പാസ് ചെയ്യും. ഇൻഡക്റ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡും വേരിയബിളും. അക്കോർഡിംഗ് ടു ദ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഇൻഡക്റ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3: എയർ കോറ്, അയൺ കോറ്, ഫെറൈറ്റ് കോറ് ഇൻഡക്റ്റേഴ്സ്. എയർ കോർ ഇൻഡക്റ്റർ ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ വയർ വൗണ്ട് വിത്ത് ആൻ എനി കോറ് വിത്തൗട്ട് എനി കോറ്. എനി കോറില്ലാതെ, അതായത് കോറില്ലാതെ കോപ്പർ വയറിന് വൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. കോപ്പർ വയർ ചുമ്മാ ചുറ്റിയിരിക്കത്തില്ലേ, അതാണ് എയർ കോർ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞാൽ. എയർ കോർ ഇൻഡക്റ്ററിന് ലോ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ മില്ലി ഹെൻറി, മൈക്രോ ഹെൻറി റേഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ എയർ കോർ ഇൻഡക്റ്റർ എന്ന് പറയുമ്പം ചുമ്മാ ഒരു വയർ വൗണ്ട് ചെയ്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അയൺ കോർ ഇൻഡക്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ കോറായിട്ട് യൂസ് ചെയ്യുന്നത് അയണാണ്. ഒരു ലാമിനേറ്റഡ് അയൺ കോറാണ് അവിടെ കോറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ ഒരു കോപ്പർ വയർ കൊണ്ട് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അയൺ കോർ ഇൻഡക്റ്റേഴ്സ് ആർ വെരി സ്യൂട്ടബിൾ ഫോർ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റേഴ്സ് ആണ് അയൺ കോർ ഇൻഡക്റ്റർ. ഇനി ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ വയർ wound on a solid core made of ferromagnetic material called ferrite. അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് മേഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫെറൈറ്റ് സബ്സ്റ്റൻസ് ആണ് അവിടെ കോറായിട്ട് ആക്ട് ചെയ്യുന്നത്, കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഒരു കോപ്പർ വയർ വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ. ഇനി ഇൻ വേരിയബിൾ ടൈപ്പ് ഫെറൈറ്റ് കോർ ഇൻഡക്റ്റേഴ്സ്, ഫെറൈറ്റ് കോർ ഈസ് മെയ്ഡ് ഓഫ് മൂവബിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കോയിൽ. ഇനി വേരിയബിൾ ആക്കണമെങ്കിൽ, വേരിയബിൾ ഫെറൈറ്റ് കോർ ഇൻഡക്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ ഒരു മൂവബിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കോയിൽ കാണും. ഇനി വെൻ ദ കോർ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ഇൻഡക്റ്റൻസ് വാല്യൂ ഈസ് മാക്സിമം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. ഇത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അയൺ കോറ്, എയർ കോറ്, ഫെറൈറ്റ് കോറിൻ്റെയൊക്കെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എയർ കോർ ആകുമ്പം അവിടെ ഒരു വയർ വൗണ്ട് ചെയ്തിരിക്കുന്നു, ജസ്റ്റ് അവിടെ എയറാണ് അവിടുത്തെ ഇടയ്ക്കുള്ള കോറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അയൺ കോർ ആകുമ്പം അവിടെ അയണാണ് കോറ്. ഇനി ഫെറൈറ്റ് കോർ ആകുമ്പം ഫെറൈറ്റാണ് അവിടുത്തെ കോറ്. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ നോക്കാം. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡക്റ്റേഴ്സ്, ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ഇൻഡക്റ്റേഴ്സാണ്. ഒരു സെയിം കോറിനകത്ത് രണ്ട് ഇൻഡക്റ്റേഴ്സ്. അപ്പം അവിടെ ഒരു പ്രൈമറി ഉണ്ടായിരിക്കും, ഒരു സെക്കൻഡറി ഉണ്ടായിരിക്കും. പ്രൈമറിയിൽ ചിലപ്പോൾ കുറച്ച് വൈൻഡിങ്സേ കാണൂ, സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. ചിലപ്പോൾ പ്രൈമറിയിൽ കൂടുതൽ വൈൻഡിങ്സും സെക്കൻഡറിയിൽ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം ഈ പ്രൈമറിയിൽ കുറവും സെക്കൻഡറിയിൽ കൂടുതലുമായിട്ടുള്ളതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. സെക്കൻഡറിയിൽ കൂടുതൽ, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. നമ്മൾ പ്രൈമറി കോയിലിനാണ് വോൾട്ടേജ് അപ്ലൈ
ആണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് അവിടെ നമ്മൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡറിയിലൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആയിട്ട് വരും, ഡെവലപ്പ് ചെയ്ത് വരും. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം രണ്ട് ഇൻഡക്റ്റേഴ്സിൻ ഒരു സെയിം അയൺ കോറിനകത്ത് വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാൻസ്ഫോമറിലുള്ളത്. നമ്മളിന്ന് പഠിച്ചത് കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.